ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജ്യോതി. അപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്ക് അറിയാം, നമ്മൾ ചെറിയ കൂൺ കൃഷിയും വീട്ടിലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ ദിവസവും വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഒരു നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഫ്രീ ആവുന്ന കുറച്ച് സമയം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഇടുന്നത് നമുക്കൊരു സമയം പോക്കും, അതൊരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇതിപ്പോൾ മനസ്സിന് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടം വന്നുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ വീട് എറണാകുളത്താണ്. ഞാനും ചേട്ടായിയും എറണാകുളത്ത് നിന്ന് ഇവിടെ തിരുവനന്തപുരത്തേക്ക് ഒളിച്ചോടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഒളിച്ചോടി വന്നതെന്ന് വെച്ചാൽ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഫാമിലി മാറ്റേഴ്സ് അല്ലെ നമ്മളുടെ ജീവിതം അങ്ങനെ എല്ലാം അങ്ങ് തുറന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്ര ശരിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒളിച്ചോടി വന്ന് താമസിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ഈ മാർച്ച് 6-ാം തീയതി ആകുമ്പോൾ 5 വർഷമാവും. കൊറോണ സമയത്താണ് ഞങ്ങൾ ഒളിച്ചോടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇതുവരെയും അച്ഛനും ചേട്ടനും അങ്ങനെ ആരും വിളിക്കാറില്ല. അപ്പോൾ ഇന്നലെ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ മരിച്ചു. നമുക്കെല്ലാവർക്കും അച്ഛൻ്റെ ചേട്ടൻ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛനെ പോലെ ആയിരിക്കുമല്ലോ. ആരും എന്നെ വിളിച്ചില്ല, ആരും എന്നോട് പറഞ്ഞില്ല. ഞങ്ങൾ ചെറുപ്പം തുടങ്ങിയ ബന്ധത്തിന്, അതായത് അച്ഛൻ്റെ ചേട്ടനായാലും അച്ചാച്ചനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ്റെ ഭാര്യ അമ്മയെന്നാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യനെ വിളിക്കുന്നത്. എൻ്റെ അമ്മനെയും അമ്മയെന്ന് തന്നെയാണ് വിളിക്കുന്നത്. അച്ചാച്ചന് 2 മക്കളുണ്ട്. എൻ്റെ പ്രായം 2 മക്കൾ, ഒരു പെണ്ണും ഒരു ആണും. ഞാനും എൻ്റെ ചേട്ടനും എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെയാണ്, ഞങ്ങളുടെ അതേ ഏജിൽ തന്നെയാണ് അച്ചാച്ചനൊക്കെ മക്കളുള്ളത്. ഒരാണും ഒരു പെണ്ണും. എൻ്റെ അതേ പ്രായത്തിലുള്ളതാണ് അവർ. എൻ്റെ ചേട്ടൻ്റെ പ്രായത്തിലുള്ളതാണ് അവിടുത്തെ ചേട്ടനും. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും കുഞ്ഞും ഒക്കെ ഉണ്ട്. ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ റിലേറ്റീവ്സിനെ നേരിട്ട് കണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്ത് തെറ്റില്ല. പക്ഷെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചവർ മാത്രം എന്നെ വിശ്വസിക്കുന്നുള്ളൂ, മറ്റുള്ളവരൊന്നും എന്നെ അംഗീകരിക്കുന്നില്ല. എൻ്റെ ജീവിതം ഒരു മരണത്തിൻ്റെ, എനിക്ക് മരിക്കാൻ ഭയങ്കര പേടിയാണ്. എല്ലാ പ്രശ്നങ്ങളും നേരിട്ട് പിന്നെയും ജീവിക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ചേട്ടനും കൂടി ഇറങ്ങിപ്പോകുന്നത്. പക്ഷേങ്കിൽ ആരും 5 കൊല്ലം ആരും എന്നെ വിളിച്ചിട്ടില്ല, നീ എന്തിനങ്ങനെ ചെയ്തേ എന്നൊന്നും ചോദിച്ചു. എന്നെ കുറ്റപ്പെടുത്തി ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ ചാനലിലല്ല കേട്ടോ, മല്ലൂസ് 2.0 എന്ന് പറയാൻ വേറൊരു ചാനലുണ്ട് നമുക്ക്. അതിലെന്തോ പിന്നെ വീഡിയോസ് ഒന്നും ഇടാൻ എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാവരും ഇങ്ങനെ മോശം കമൻറ്റുകൾ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. അങ്ങനെ ഞാൻ ആ ചാനൽ വേണ്ട, ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ കൂൺ കൃഷി മാത്രമായിട്ട് ഒരു ചാനൽ ഞാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായി. അച്ചാച്ചൻ മരിച്ചപ്പോൾ ആരും എന്നോടൊന്നും വിളിച്ച് പറഞ്ഞില്ല എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായി. എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്താണ് നമ്മുടെ അച്ഛൻ്റെ ചേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഞങ്ങൾ സ്വന്തം അച്ഛനെ പോലെ ഒരുപാട് സ്നേഹിച്ച്, അങ്ങനെ എല്ലാവരും ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും നിർണയിച്ചത്. പക്ഷേങ്കിൽ മരിച്ചു എന്നുള്ളൊരു വാക്ക് എന്നോട് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാ ദിവസവും വിളക്കൊക്കെ വെക്കും. എനിക്ക് വിളക്ക് വെക്കാൻ പാടില്ലാണ്ടായി. എനിക്ക് കറക്റ്റ് ഡേറ്റൊന്നും ആയിരുന്നില്ല.
എനിക്ക് എന്തോ 20-നോ 15-നോ 16-നൊക്കെയാണ് എനിക്ക് ഡേറ്റ് ആവുന്നത്. പക്ഷേ നേരത്തെ ആ കറക്റ്റ് ടൈം ആയപ്പോൾ എനിക്ക് ഡേറ്റായി. വിളക്ക് വെക്കരുതല്ലോ, പെല എന്ന് പറഞ്ഞാൽ നമ്മൾ ഹിന്ദുക്കൾക്ക് പെല ഉണ്ടല്ലോ, വിളക്ക് വെക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഭാഗം ദൈവം ക്ലിയർ ചെയ്തു. കാരണം പെല ഉള്ള ഒരാൾ വിളക്ക് വെക്കാൻ പാടില്ല, എന്താണ് മാംസം ഭക്ഷണം കഴിക്കാൻ പാടില്ല, തലയിൽ എണ്ണ ഇടാൻ പാടില്ല, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊന്ന് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ല. ഒരുപാട് സങ്കടമുണ്ട്, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. പിന്നെ ഞാനോ ഞങ്ങളുടെ മോളോ ചേട്ടായോ അങ്ങനെ ആരും നമ്മളിങ്ങോട്ട് അന്വേഷിക്കാത്തവരെ നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു ചിന്തയുണ്ട്, എനിക്കും ഉണ്ട്, ചേട്ടായിക്കൊണ്ട്. നമ്മളിങ്ങോട്ടൊന്നും അന്വേഷിക്കാത്ത ആൾക്കാരെ നമ്മൾ അങ്ങ് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ. പക്ഷേ എങ്കിൽ പോലും ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയാമായിരുന്നല്ലേ. അവസാനമായിട്ടൊരു നോക്ക് കാണാം എന്നുള്ളതൊക്കെ ഒരു ഭയങ്കരമായിട്ട് സങ്കടം വന്നിട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എനിക്ക് നമ്മളുടെ ഈ സമൂഹത്തിൽ ഇപ്പോൾ ഒരുപാട് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ. കൊലപാതകങ്ങളായാലും റിലേഷൻഷിപ്പായാലൊക്കെ എങ്ങനെയൊക്കെയോ ആണ് ആൾക്കാർ ജീവിച്ചു പോകുന്നത്. എന്നിരുന്നാൽ പോലും നമ്മൾ ജീവിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആരും ഉപദ്രവിക്കാണ്ടും വേദനിപ്പിക്കാണ്ടും മറ്റുള്ളവരെ സങ്കടപ്പെടുത്താണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ ചിന്തിച്ച് ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാനായിട്ട് ആരെയും സങ്കടപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്നെ സങ്കടപ്പെടുത്തി എന്നെ ജീവിക്കാൻ അനുവദിക്കാത്തൊരു സിറ്റുവേഷൻ ഒക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. ഇപ്പം ഇല്ല, ഇന്നിപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നുണ്ട്, എൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് മനസ്സിനൊരു ശക്തിയില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയും. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ വീട്ടുകാരെന്നെ അംഗീകരിക്കുന്ന ഒരു നിമിഷം വരും. കാരണം എൻ്റെ ഭാഗത്ത് തെറ്റുകളില്ലയെന്ന് വീട്ടുകാരെന്തെങ്കിലും തിരിച്ചറിയുമ്പോൾ അവരംഗീകരിക്കുമല്ലോ. ആ ഒരു കാലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിവിടെ കാത്തിരിക്കുന്നത്. എനിക്കൊരു ചേട്ടനുണ്ട്, അവർക്കും ഞങ്ങളുടെ മുകളിൽ അത്ര പ്രായമുള്ളൊരു മോനുണ്ട് കേട്ടോ. പക്ഷെ അവൻ പോലും എന്നെ അംഗീകരിക്കുന്നില്ല. ഞാൻ ഒരുപാട് ഒളിച്ചോടി പോകുന്നതായാലും ഒരുപാട് തെറ്റുകൾ ചെയ്തതെന്നും പറയാണ്ടാണ് എന്നെ അവരാരും അംഗീകരിക്കാത്തത്. ഒരു മരണം വന്നിട്ട് പോലും വിളിച്ചറിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ബന്ധമല്ലേ. അവരാരും എനിക്കൊരു ബന്ധവും എനിക്കിന്ന് വേണ്ട. എനിക്കൊരു കൂടപ്പിറപ്പുമില്ല, ആരും വേണ്ട. അപ്പോൾ ഈ കാര്യം അറിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടാ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു കേട്ടോ. കാരണം ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും പൈസ കൊടുത്ത് പോലും സഹായിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ചേട്ടായാണെങ്കിൽ പറയുന്നത്, കുറേ നാൾ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ പൈസയൊക്കെ വരുമ്പോൾ ഈ ആൾക്കാരൊക്കെ നമ്മളെ അന്വേഷിച്ച് വരും. പൈസയാണല്ലോ ഈ സമൂഹത്ത് ഏറ്റവും മൂല്യമുള്ളത്. ബന്ധത്തിനൊന്നും ഒരു മൂല്യമില്ല. ഈ സമൂഹത്ത് പൈസയാണ് ഏറ്റവും പ്രാധാന്യം ആൾക്കാർ കൽപ്പിക്കുന്നത്. അപ്പോൾ പൈസ വരുമ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ വരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ സമാധാനപ്പെട്ടു പോകുന്നത്. നമ്മളെ വേണ്ടാത്തവരെ നമുക്ക് എന്തിനാന്നൊക്കെ പറയും. ചേട്ടാ എന്നെ സമാധാനപ്പെടുത്തി. ഞാൻ കരയുന്നത് ചേട്ടായിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കിങ്ങനെ ഓരോന്ന് ചേട്ടാരോട് പറഞ്ഞ് എനിക്ക് കരയാനും പറ്റില്ല. കാരണം ഞാൻ കരഞ്ഞ അപ്പൻ്റെ ചീത്ത പറയും. ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് നീ കിടന്ന് കരയുന്നതെന്നും പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിന് ഭയങ്കര സങ്കടം വന്നിട്ടാണ്. അപ്പോൾ മരിച്ചു പോയ എൻ്റെ വല്യച്ഛൻ്റെ ആത്മാവിന് സ്വർഗത്തിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ചടങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ചടങ്ങുകളൊന്നും എന്നെ വിളിച്ച് വരാനോ, മരിപ്പിന് വിളിക്കാത്ത ആൾക്കാരെങ്ങനെയാണ് ചടങ്ങിന് വിളിക്കുന്നതല്ലേ. പക്ഷെ ഞാൻ എൻ്റെ ബലം ഞാൻ നോക്കണ്ടേ. അങ്ങനെ ചെയ്യുന്നുണ്ട്. എണ്ണ ഒന്നും തലയിൽ പറ്റാണ്ട്, മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ. വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഡേറ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട്. ഞാനപ്പോൾ
അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മൾക്കൊണ്ട് അതൊക്കെയല്ലേ പറ്റുള്ളൂ. മരിച്ചു പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. സ്വർഗത്തിലെത്തട്ടെ. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എൻ്റെ അച്ഛനും അമ്മനെ എനിക്ക് നല്ല രീതിയിൽ നോക്കണമെന്ന്. അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, ഒരു പാടില്ലായ്മ വരുമ്പോൾ അവരെ എനിക്ക് നോക്കണം എന്നുണ്ട്. അതിനും ഈ ബന്ധുക്കളും നാട്ടുകാരും, അച്ഛനും അമ്മക്കും ഒരു കുഴപ്പമില്ല. ഈ ബന്ധുക്കൾക്കും നാട്ടുകാർക്കാണ് ഭയങ്കര പ്രശ്നം. അതേസമയം ഞാൻ ആത്മഹത്യ ഞാൻ ജീവിക്കുന്നതാണ് പ്രശ്നം. ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിച്ചാൽ ഞാൻ ചേട്ടായിനെ കൂടി അമ്മൂസിനെ കൂടി സന്തോഷത്തോടുകൂടി ഏതെങ്കിലും ഒരു നാട്ടിൽ ജീവിക്കുന്നുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിൽ എല്ലാവരും കാണുന്നുണ്ട്, യൂട്യൂബിൽ മറ്റേ ചാനലിൽ എല്ലാ വീഡിയോസും അവർ കാണാറുണ്ടായിരുന്നു. മോശം കമൻറ്റുകളുടെ മേളായിരുന്നു ബന്ധുക്കൾക്കായാലും. അങ്ങനെയാണ് ഞാൻ ആ യൂട്യൂബ് ചാനൽ വേണ്ടാന്ന് വെച്ചാൽ. എത്രത്തോളം നമ്മൾ അത് കണ്ടില്ല എന്ന് നമ്മൾ ഭാവിച്ച് നമ്മൾ നടക്കും. അങ്ങനെയാണ് ആ യൂട്യൂബ് ചാനൽ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ തെറ്റുകൾ ആരായാലും ചെയ്യല്ലേ, തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല. തെറ്റുകളെല്ലാം പുറത്ത് എല്ലാവരും ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒന്നിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കുക. തെറ്റുകൾ ആർക്കും വേണമെങ്കിലും ചെയ്യാൻ പറ്റും, പക്ഷെ അത് പുറത്ത് അവരെ ഒന്നിച്ച് നിൽക്കുന്നതാണ് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവാൻ കാരണം. വഴക്കിട്ട് അങ്ങനെയൊക്കെ ഒരു ദേഷ്യവും വഴക്കൊക്കെ ആയിട്ട് ജീവിച്ചാൽ ആ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല അല്ലേ. ഞങ്ങളങ്ങനെ ആരോടും വഴക്കിടാറില്ല. ഞങ്ങളോട് മിണ്ടാത്ത ആൾക്കാരോട് ഞങ്ങൾ മിണ്ടുന്നില്ല എന്നുള്ളൂ. അല്ലാണ്ടായിട്ട് ഞങ്ങൾ ആരോടും വഴക്കിടാറില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. നമ്മൾ എല്ലാവരും ആരോടും വഴക്കിടാണ്ട് എല്ലാവർക്കും നല്ലത് വരണമെന്ന് പ്രാർത്ഥിച്ച് ജീവിക്കുക. അപ്പോൾ ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ള സമയത്താണ് വലിയച്ഛൻ മരിച്ചതെന്ന് പറഞ്ഞു. ഇതെല്ലാം അറിഞ്ഞ ഒരാളെന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, ബന്ധുക്കൾ ആരും അറിയാണ്ട്. അതന്നെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വിളിക്കുന്ന ആൾ പോലും വിളിക്കാനുണ്ടാവും. അതുകൊണ്ടാണ് പറയാത്തത്. അപ്പോൾ ചെറിയ ദോഷങ്ങളുണ്ടെന്ന് പറഞ്ഞു. എന്തോ ഒരു സമയത്താണ് മരിച്ചത്. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഇനി 5 പേര് മരിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പോറ്റി പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള പ്രതിവിധിയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൽ ആൾക്കാർ മരിക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ എൻ്റെ ബന്ധുക്കളെല്ലാവരും ചിന്തിക്കും, ചിലപ്പോൾ ഞാൻ ചാവട്ടെ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്ന ബന്ധുക്കളുണ്ടാവും കേട്ടോ. അങ്ങനെ വരില്ലേ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം എൻ്റെ കുഞ്ഞിന് വേറെ ആരുമില്ലാണ്ടായിപ്പോ. ഇത്രേ ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആരെയും സങ്കടപ്പെടുത്താതെ വേദനിപ്പിക്കാതെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.